സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ കേന്ദ്രം 2 പുതിയ അനൌദ്യോഗിക മന്ത്രിതല സമിതികൾ രൂപീകരിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുൾപ്പെടെ 13 അംഗങ്ങളാണ് അമിത് ഷായുടെ സമിതിയിലുള്ളത്. റെയിൽവേ IT മന്ത്രി അശ്വിനി വൈഷ്ണവാണ് സമിതിയുടെ കൺവീനർ. ധനകാര്യം, വ്യവസായം, വാണിജ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ലോജിസ്റ്റിക്സ്, വിഭവങ്ങൾ, ശാസ്ത്ര സാങ്കേതികം, ഭരണം എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക സാമ്പത്തിക മേഖലകളിൽ നിയമനിർമ്മാണപരവും നയപരവുമായ പരിഷ്കരണ അജണ്ട തയ്യാറാക്കുന്നതിലാണ് ഈ സമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമൂഹിക, ക്ഷേമ, സുരക്ഷാ മേഖലകളിലെ പരിഷ്കരണത്തിന് രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന സമിതിയിൽ 18 അംഗങ്ങളാണ് ഉള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, നൈപുണ്യ വികസനം, സാമൂഹിക ക്ഷേമം, ഭവനം, തൊഴിൽ, പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പരിഷ്കാരങ്ങൾക്കുള്ള സാധ്യതകൾ ഈ സംഘം പരിശോധിക്കും. ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ ഈ പാനലിലെ അംഗങ്ങളാണ്. തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇതിന്റെ കൺവീനർ. അടുത്ത തലമുറയിലെ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയ്ക്കായി കർമ്മസേന രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ മന്ത്രിതല സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമാക്കുന്ന തരത്തിലും ആഗോള സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധത്തിലും 2041ഓടെ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കുക എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും മാറ്റിയെഴുതണം എന്ന് പ്രധാനമന്ത്രി മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് പ്രതിമാസ റിപ്പോർട്ടുകൾ മന്ത്രിതല സമിതികൾ സമർപ്പിക്കണം. 3 മാസത്തിനൊടുവിൽ ഒരു സംയോജിത പരിഷ്കരണ രൂപരേഖ നൽകാനും ഇരു ഗ്രൂപ്പുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മന്ത്രിതല സമിതികളുടെയും അധ്യക്ഷന്മാർക്ക് ആവശ്യാനുസരണം മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും വിഷയവിദഗ്ധരെയും ക്ഷണിക്കാനുള്ള അധികാരമുണ്ട്. ഉപദേശക റോൾ മാത്രമാകില്ല സമിതിയുടെ റോൾ. പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പ്രായോഗിക കർമ്മ പദ്ധതികൾ നിർദ്ദേശിക്കുകയും സമിതികളുടെ ചുമതലയാകും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തടസ്സങ്ങൾ ഇല്ലാതാക്കാനായി കേന്ദ്ര, സംസ്ഥാന, മുനിസിപ്പൽ, കോർപ്പറേഷൻ തലങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള നിയമങ്ങൾ റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുക, ഡിജിറ്റൽ ഹെൽത്ത്, ഫിൻടെക്, ഗിഗ് ഇക്കണോമി തുടങ്ങിയ ഭാവി മേഖലകൾക്ക് ആവശ്യമായ നിയമനിർമ്മാണങ്ങളുടെ കരട് തയ്യാറാക്കുക തുടങ്ങിയ നിയമപരമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനും പാനലുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ സർക്കാർ ഇതിനോടകം നടപ്പാക്കാൻ നിശ്ചയിച്ച പരിഷ്കാരങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്ര മന്ത്രാലയങ്ങളും തമ്മിലുള്ള ഏകോപനത്തിന് അമിത് ഷാ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.